ഹലോ ഫ്രണ്ട്സ്, മൈ നെയിമിന്റെ ലാസ്റ്റ് എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. സോ ഹേജിനെ ജയിലിൽ അടയ്ക്കുന്ന സീനിൽ വെച്ചിട്ടാണ് 7th എപ്പിസോഡ് അവസാനിക്കുന്നത്. സോ ഇത് ലാസ്റ്റ് എപ്പിസോഡ് ആയിരിക്കും. ഇതിന്റെ മുന്നിലത്തെ എപ്പിസോഡ് ഒന്നും കാണാത്തവർ ചാനലിൽ കയറി കാണേണ്ടതാണ്. സോ എപ്പിസോഡ് തുടങ്ങുമ്പോൾ കാണിക്കുന്നത് ഡോൺ ലോയറെ വിളിച്ചിട്ട് ഹേജിന് ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ പറയാണ്. ഇതേ സമയം നമ്മുടെ അബോധാവസ്ഥയിൽ കിടക്കുന്ന ക്യാപ്റ്റൻ ബോധം വരുന്നുണ്ട്. അങ്ങനെ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം നമ്മുടെ ലോയർ ഹേജിനെ കാണാൻ വരുന്നുണ്ട്. ഈ സമയത്ത് ഹേജിൻ പറയുന്നുണ്ട് എനിക്കൊരു ലോയറിന്റെ ആവശ്യമില്ലാന്ന്. അപ്പൊ ലോയർ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് നിന്റെ ലോയർ ആയിട്ടല്ല, ഒരു മെസ്സേജ് പാസ് ചെയ്യാനാണെന്ന്. എന്നിട്ട് ഡോൺ പറഞ്ഞ കാര്യം ഇവളോടായിട്ട് പറയുകയാണ്. നിന്നെ ഞാൻ ഒരിക്കലും ജയിലിലേക്ക് വിടത്തില്ല, നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഡോണ് എന്ന് പറഞ്ഞ് ഇവളോട് പറയുകയാണ്. എന്നിട്ട് ലോയർ പുറത്തിറങ്ങി പിൽഡോയോടും കൊളീഗ്സിനോടും കൂടി പറയുകയാണ് ഹേജിന് ഒരു മെഡിക്കൽ അറ്റൻഷൻ വേണമെന്ന്. ഈ സമയത്ത് അവിടെയുള്ള ഒരു കൊളീഗ് ചൂടാവുന്നുണ്ട്. ഞങ്ങളുടെ ക്യാപ്റ്റൻ ഇതുവരെ അൺകോൺഷ്യസ് ആണ്, കോൺഷ്യസ് ആയിട്ട് പോലും ഇല്ല, അപ്പൊ ഞങ്ങൾ ഇവൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കണോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവർ തമ്മിൽ ഒരു ചെറിയ വാക്കുതർക്കൊക്കെ ഉണ്ടാവുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലോയർ പറയുന്നുണ്ട് നിങ്ങൾ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ ടിവിയിലേക്കൊക്കെ വിളിച്ചിട്ട് നിങ്ങളുടെ നാർക്കോട്ടിക്സിൽ തന്നെ ഒരു ചാരത്തി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു നല്ല ന്യൂസ് ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് പിൽഡോയും ഗാങ്ങും ഒന്നും പറയുന്നില്ല. അങ്ങനെ ഇവർ എന്ത് ചെയ്യാണ്, ഇവളെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇവിടെ പോയ ശേഷം ലോയർ ഡോണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഡോണ് കുറച്ച് ആൾക്കാരെ വിട്ടിട്ട് അവളെ പിടിച്ചു കൊണ്ടുവരാൻ പറയുന്നുണ്ട്. അങ്ങനെ ഹേജിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് പിൽഡോയ്ക്ക് ക്യാപ്റ്റന്റെ കോൾ വരികയാണ്. ക്യാപ്റ്റന് പിൽഡോയെ കാണണമെന്ന് പറയുകയാണ്. അപ്പൊ ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ക്യാപ്റ്റനും കിടക്കുന്നത്. അപ്പൊ പിൽഡോ ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയം ഹേജിന് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവൾ ആ സിസ്റ്ററെ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അതായത് ഹേജിനും പിൽഡോയും കൂടി ക്ലാഷ് ആവുന്ന, ഇവർ തമ്മിൽ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ടല്ലോ, ആ സമയത്ത് ഒരുപാട് ഡ്രഗ്സ് കഴിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിനെ ഇവൾ ഇവിടെ നിന്ന് രക്ഷിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയായിരിക്കും ഈ സിസ്റ്റർ. ആ സിസ്റ്റർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഡോക്ടറും സിസ്റ്ററും മാറുന്ന സമയത്ത് ഹേജിൻ അവളുടെ കയ്യിലെ വിലങ്ങ് അഴിക്കാൻ നോക്കുകയാണ്. അത് അവൾ കിടക്കുന്ന കട്ടിലുമായിട്ട് ലോക്ക് ചെയ്തിട്ടായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കാം. ഇതേ സമയത്ത് പിൽഡോ ക്യാപ്റ്റന്റെ അടുത്ത് എത്തുകയാണ്. ക്യാപ്റ്റൻ ഹേജിനെ പറ്റി ചോദിക്കുമ്പോൾ പിൽഡോ പറയുന്നുണ്ട് അവളല്ല നിങ്ങളെ കുത്തിയത്, ഞങ്ങൾ അവളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ക്യാപ്റ്റൻ ഭയങ്കര സങ്കടത്തിൽ പറയുകയാണ് എനിക്ക് യുങ്ദോങ്യോൻ ആരാണെന്ന് അറിയൂ എന്ന്. അപ്പൊ പിൽഡോ പറയുന്നുണ്ട് ചോയ്മുജിന്റെ ഓർഗനൈസേഷനിൽ ഉണ്ടായിരുന്ന 4-5 വർഷം മുന്നേ മരിച്ച ഒരാളല്ലേ, എനിക്ക് അറിയാമെന്ന്. അപ്പൊ ക്യാപ്റ്റൻ പറയുകയാണ് യുങ്ദോങ്യോന്റെ ശരിക്കുള്ള പേര് സോങ് ജുൻസു എന്നായിരുന്നു എന്ന്. ഈ പേര് കേൾക്കുമ്പോൾ പിൽഡോ ഒന്ന് ഞെട്ടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് സോങ് ജുൻസു എന്ന് പറഞ്ഞാൽ സാറിന്റെ കൊളീഗ് ആയിരുന്ന നമ്മുടെ നാർക്കോട്ടിക്സ് ടീമിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ എന്ന്. ഈ സമയത്ത് നമ്മുടെ ക്യാപ്റ്റൻ തിരിച്ചു പറയുകയാണ് അതെ, അയാൾ ഒരു അണ്ടർ കവർ ഓപ്പറേഷനിലായിരുന്നു, ഞാനാണ് അവനെ ആ ഓർഗനൈസേഷനിലേക്ക് വിട്ടത്. പിന്നീട് അവൻ നമ്മുടെ ആളാണെന്ന് അറിഞ്ഞപ്പോൾ ചോയ്മുജിൻ അവനെ കൊല്ലുകയായിരുന്നു. ആ സോങ് ജുൻസിന്റെ മകളാണ് ഓ ഹേജിൻ. അവൾക്കിതൊന്നും അറിയത്തില്ല. അവൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത് അവളുടെ അച്ഛന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ചോയ്മുജിന്റെ അടുത്ത് അവൾ എങ്ങനെ എത്തിപ്പെട്ടതെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ചോയ്മുജിൻ ഇത്രയും കാലം അവളെ പറ്റിക്കുകയായിരുന്നു. അത് മാത്രമല്ല എന്നെ കുത്തിയത് ഹേജിൻ അല്ല, അത് ചോയ്മുജിന്റെ ആൾക്കാരാണ് എന്നുകൂടി ക്യാപ്റ്റൻ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് ഇവൻ ഭയങ്കര ഷോക്കായിട്ട് തിരിച്ച് നടക്കുകയായിരിക്കും. ആ സമയത്ത് ഹേജിൻ പറഞ്ഞ കാര്യമൊക്കെ ഇവൻ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ആലോചിക്കുന്നുണ്ട്. ഇവൾക്ക് ഇത്രയും വലിയൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നൊന്നും ഇവൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് ഹേജിൻ അവളുടെ കയ്യിലെ വിലങ്ങ് അഴിച്ചിട്ടുണ്ടായിരിക്കും. അത് സിസ്റ്റർ കാണുന്നുണ്ടെങ്കിലും അവൾ ആരോടും പറയുന്നില്ല. അങ്ങനെ ഡോക്ടർ പുറത്തു പോകുന്ന സമയത്ത് സിസ്റ്ററുടെ കാറിന്റെ കീ ഇവൾക്ക് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറയുകയാണ്. അവൾ രക്ഷപ്പെടാൻ നോക്കുന്ന സമയത്ത് അവിടേക്ക് കൊളീഗ്സ് ഇടിച്ചു കയറി വരികയാണ്. ഇങ്ങനെ ഒരു സീൻ ഞങ്ങൾ മുന്നേ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ഇവർ തമ്മിൽ. പക്ഷെ ആ ഫൈറ്റിൽ ഇവള് തന്നെയാണ് ജയിക്കുക. എന്നിട്ട് ഇവള് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. ഈ സമയത്ത് പിൽഡോനെ വിളിച്ചു പറയുന്നുണ്ട് അവൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്ന്. പിൽഡോ ഉടനെ തന്നെ ഹേജിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹേജിൻ പാർക്കിംഗ് സെക്ഷനിൽ എത്തിയിട്ട് കാർ എടുത്ത് രക്ഷപ്പെടുന്ന സമയത്ത് പിൽഡോ കാറിന്റെ ഫ്രണ്ടിൽ വീഴുന്നുണ്ട്. എന്നിട്ട് ഇവളുടെ പേര് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ട് പിൽഡോ ഹേജിനെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പോകാൻ സമ്മതിക്കുന്നില്ല. അവൻ പറയുന്നുണ്ട് ക്യാപ്റ്റൻ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, നീ ചോയ്മുജിന്റെ അടുത്തേക്ക് അവൻ പോകുന്നുണ്ടാവുക, പക്ഷെ അത് ഭയങ്കര ഡേഞ്ചർ ആണെന്ന്. പക്ഷെ അവളതൊന്നും കേൾക്കുന്നില്ല, അവൾ കുതറി മാറുകയാണ്. പക്ഷെ പിൽഡോ വീണ്ടും ഹേജിനെ തടയുകയാണ്. ആ സമയത്ത് അവൾ ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ട് ഞാൻ എന്റെ ഐഡന്റിറ്റി ഉപേക്ഷിച്ചതും ഇത്രയൊക്കെ സഹിച്ചത് എന്റെ അച്ഛന്റെ കൊലയാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അയാൾക്ക് വേണ്ടി ഞാൻ ഒരാളെ കൊല്ലടക്കം ചെയ്തു. ഇനി ഞാൻ അയാളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ ഒരു അർത്ഥമില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയ അടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവസാനം അവൾ രക്ഷപ്പെടുന്ന സമയത്ത് ഇവൻ ആ വിലങ്ങ് എടുത്തിട്ട് ഒന്ന് അവന്റെ കയ്യിലും ഒരെണ്ണം അവളുടെ കയ്യിലായിട്ട് ഇടുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത്രയും ഡേഞ്ചർ ആയിട്ടുള്ള പ്ലേസിലേക്ക് എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല എന്ന് പറയുകയാണ്. ഇതേ സമയം ഡോണിന്റെ ആൾക്കാർ അവിടെ എത്തുകയാണ്. ഇവരുടെ രണ്ടുപേരുടെ കൈ ലോക്ക് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഒരുമിച്ച് ഇവരൊക്കെ ഫൈറ്റ് ചെയ്തിട്ട് വണ്ടിയിൽ അവിടെ രക്ഷപ്പെടുകയാണ്. ഈ ആൾക്കാരെ പിന്നാലെ ഇവരെ ചേസ് ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ചേസിംഗ് സീനൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് വണ്ടിയൊക്കെ ആക്സിഡന്റ് ആവുന്നുണ്ട്. ഇവരവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇതേ സമയം ഹേജിൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നും ഒരു ഓഫീസറാണ് അവളെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയെന്നുള്ള ഇൻഫോർമേഷൻ ഒക്കെ നമ്മുടെ ഡോണിന് കിട്ടുകയാണ്. ഡോൺ ആണെങ്കിൽ നമ്മുടെ തേജുവിന്റെ ശവശരീരം അടക്കം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പിൽഡോ വണ്ടി ഓടിച്ച് നേരെ പോയിണ്ടായിരിക്കും ഒരു ബീച്ചിലേക്കായിരിക്കും. എന്നിട്ട് ഹേജിനോട് പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരിക്കൽ ബീച്ചിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എന്ന്. എന്നിട്ട് അവിടെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് ഇവൻ കയറുകയാണ്. എന്നിട്ട് പറയാണ് ഇതെന്റെ ഒരു ഫ്രണ്ടിന്റെ വീടാണ്, ഇതിലിപ്പോൾ ആരും താമസിക്കുന്നില്ല എന്ന്. അതിനുശേഷം അവർ രണ്ടുപേരും വീടിന്റെ ഉള്ളിലേക്ക് കയറുകയാണ്. എന്നിട്ട് പിൽഡോ ഹേജിന് കുറെ മുറിവുകളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും, അതിലൊക്കെ മെഡിസിൻ പരട്ടി കൊടുക്കുകയാണ്. ആദ്യമൊന്നും അവൾ സമ്മതിക്കില്ല, പക്ഷെ അവൻ നിർബന്ധിച്ച് അവളെ ഇരുത്തിയിട്ട് അതൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അതിനുശേഷം അവൻ അവന്റെ അനിയത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അതായത് ഞാൻ ആദ്യമായിട്ടൊരു കത്തി പിടിച്ചത് എന്റെ അനിയത്തിയുടെ മരണശേഷമാണ്. അത് ചെയ്ത ആളിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവന്റെ മുഖമൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും എല്ലാ ദിവസവും എന്റെ വിചാരം അവനെ കൊല്ലണമെന്ന് മാത്രമായിരുന്നു. അപ്പൊ എനിക്ക് നിന്റെ വേദനയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഇനി മുതൽ നീ ഒറ്റയ്ക്കല്ല, ഞാൻ
ഞാനും ഉണ്ടായിരിക്കും നിന്റെ കൂടെ, നിനക്ക് എപ്പോൾ തളരുന്നെന്ന് തോന്നിയാലും ഞാനൊരു താങ്ങായിട്ടുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇവൻ ഇവളെ ഭയങ്കരമായിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹെയ്ജിന് അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് കുറയുകയാണ്. മാത്രമല്ല പിൽഡോയോട് ഒരുപാട് സ്നേഹം തോന്നുകയാണ്. അങ്ങനെ അവൾ പിൽഡോയ്ക്ക് ഒരു കിസ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അവരൊരു ഡീപ്പ് ലിപ് ലോക്ക് സീൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് അതൊരു ഫിസിക്കൽ റിലേഷനിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഇന്റിമേറ്റ് സീനൊക്കെ കാണിച്ചിട്ട് ആ സീൻ അവിടെ അവസാനിക്കുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് പിൽഡോ ഹെയ്ജിന്റെ ടാറ്റു കാണുകയാണ്. അപ്പൊ ഹെയ്ജിൻ പറയുന്നുണ്ട് ആ ഓർഗനൈസേഷനിൽ ചേർന്ന സമയത്ത് ചെയ്തതാണ് ഈ ടാറ്റു, ഇത് അവിടെ എല്ലാവരും ചെയ്യണമെന്ന് നിർബന്ധമായിരുന്നു എന്ന്. അപ്പൊ പിൽഡോ പറയുന്നുണ്ട് നിന്റെ അച്ഛൻ ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് സർവീസിന് വേണ്ടിയിട്ട്, നിന്റെ അച്ഛന്റെ ഒരു ഓപ്പറേഷൻ തന്നെയായിരുന്നു അയാളെ പിടിക്കണം എന്നുള്ളത്, അപ്പൊ എന്തായാലും നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഇതേ സമയം ഡോണിന്റെ സീൻ കാണിക്കുകയാണ്. ഡോൺ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ച് പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. അതായത് ഡോണും തേജും ഹെയ്ജിന്റെ അച്ഛനൊക്കെ ഉള്ള സമയമായിരിക്കും അത്. ഒരു ആൺകുട്ടിനെ എല്ലാ ആൺകുട്ടികളും കൂടിയിട്ട് ബുള്ളിങ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ കുട്ടി ഓടി വന്നിട്ട് ഡോണിന്റെ അടുത്ത് പറയും പ്ലീസ് എന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ചേർക്കണമെന്ന്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഹെയ്ജിന്റെ അച്ഛൻ ഈ കുട്ടീനെ ചീത്ത പറയും, നീ എന്തൊക്കെ ഈ പറയുന്നത്, നീ ഇവിടുന്ന് പോയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ പറഞ്ഞയക്കാൻ നോക്കും. ആ സമയത്ത് ഇല്ല ഞാൻ പോവില്ല, എനിക്ക് നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ചേരണം എന്ന് പറയും. അപ്പോൾ ഡോൺ അവനെ വിളിച്ച് ചോദിക്കും നിനക്ക് എന്തിനാ ഞങ്ങളുടെ ഓർഗനൈസേഷനിൽ ചേരണമെന്ന് തോന്നണേ എന്ന്. അപ്പോൾ അവൻ പറയും നിങ്ങളൊക്കെ ഭയങ്കര കൂളായിട്ടാണ് നടക്കണേ, എനിക്കും നിങ്ങളെ പോലെ കൂളായിട്ട് നടക്കണമെന്ന്. ഇത് കേൾക്കുമ്പോൾ ഇവർ 3 പേരും ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കഷ്ടപ്പെട്ടിട്ട് ഇവനെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൺ ഹെയ്ജിന്റെ അച്ഛനെ കൊന്ന കാര്യങ്ങളും ആലോചിക്കുന്നുണ്ട്. അയാളെ തോക്കെടുക്കുന്ന സമയത്ത് അയാളുടെ കൈയൊക്കെ നന്നായി വിറയ്ക്കുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്, കാരണം ഹെയ്ജിന്റെ അച്ഛൻ അയാളുടെ നല്ലൊരു സുഹൃത്ത് തന്നെയായിരുന്നു. അപ്പൊ അങ്ങനത്തെ സീനൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം അയാളോടായിട്ട് തന്നെ പറയുകയാണ്, അതായത് എന്നെ വിശ്വസിച്ച ഒരാളെ പോലും ഞാൻ ഇതുവരെ ചതിച്ചിട്ടില്ല, പക്ഷെ ഞാൻ വിശ്വസിച്ച എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൾക്ക് എന്നെ കൊല്ലാനുള്ള ഒരു റീസൺ എങ്കിലും ഉണ്ട് എന്ന് വിചാരിക്കാം എന്നൊക്കെ. ഈ സമയത്ത് ഡോണിന്റെ റൂമിലേക്ക് ലോയർ ഇടിച്ചു കയറി വരികയാണ്. എന്നിട്ട് പറയുകയാണ് നിങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടു, അത് മാത്രമല്ല അവർക്ക് ഒരു സോളിഡ് എവിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മിക്കവാറും ആ സോളിഡ് എവിഡൻസ് ഹെയ്ജിൻ ആവാനാണ് സാധ്യത. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടണം. നിങ്ങൾ തന്നെയല്ലേ ഒരിക്കലും പറഞ്ഞത് അവൾ എന്തായാലും നിങ്ങളെ തേടി ഇവിടെ എത്തും, നിങ്ങളെ കൊല്ലും എന്നൊക്കെ. അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുന്നതാണ് നല്ലത് എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഡോണിന് ഭയങ്കര ദേഷ്യം വരികയാണ്. അപ്പൊ കയ്യിലുള്ള ഫോട്ടോ ഫ്രെയിം അയാൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ ഭയങ്കര ദേഷ്യത്തിൽ അലറിക്കൊണ്ട് പറയുകയാണ് അവൾ എന്തായാലും എന്റെ അടുത്തേക്ക് തന്നെ വരും, തിരിച്ച് പോലീസിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ അതൊരു ചതിയാണ് എന്നൊക്കെ. ഇതും പറഞ്ഞ് ലോക്കറിലുള്ള ഗൺ അയാൾ പുറത്തേക്ക് എടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് തെരുവിൽ കടന്ന് നശിക്കേണ്ട ജീവിതമായിരുന്നു അവളുടേത്, ഞാൻ എന്ന് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയോ അന്ന് മുതൽ അവളുടെ ജീവിതം എന്റെ കയ്യിലാണ് എന്നൊക്കെ. ഈ സമയത്ത് ലോയർ പറയുന്നുണ്ട് സാർ നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ച് നിർത്താമെന്ന്. അപ്പൊ ഇയാൾ പറയുന്നുണ്ട് അങ്ങനെ പകുതി വഴിയിൽ വെച്ചിട്ടൊന്നും ഇത് നിർത്താൻ പറ്റത്തില്ല, ഞങ്ങളിൽ ഒരാൾ മരിക്കുന്നത് വരെ ഇത് ഇങ്ങനെ തന്നെ തുടരും, ഒന്നെങ്കിൽ മരിക്കുക അല്ലെങ്കിൽ കൊല്ലുക, അത് മാത്രമേ ഇതിനൊരു പോംവഴിയുള്ളൂ എന്നൊക്കെ. ഇതൊക്കെ പറഞ്ഞിട്ട് ഇയാൾ വട്ടുപിടിച്ച പോലെ കുറെ കാര്യങ്ങളൊക്കെ കാണിക്കുകയാണ്. ഇത് കണ്ടിട്ട് ലോയർ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് പിറ്റേ ദിവസം മോർണിംഗിൽ ഹെയ്ജിനെ എണീറ്റിട്ട് അവൾ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഒന്ന് നടക്കുകയായിരിക്കും. ഉറക്കം എണീറ്റ് നോക്കുന്ന പിൽഡോ ഹെയ്ജിനെ അവിടെ കാണുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ പേടിച്ച് പുറത്തിറങ്ങി നോക്കുന്നുണ്ട്. അപ്പോൾ ഇവള് നടന്നു വരുന്നത് കാണും. ഈ സമയത്ത് ഹെയ്ജിൻ പിൽഡോയോട് ചോദിക്കും എന്താ നീ പേടിച്ചോ, ഞാൻ പോയി എന്ന് വിചാരിച്ചു എന്ന്. അപ്പോൾ പിൽഡോ പറയും ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു എന്ന്. അപ്പോൾ ഹെയ്ജിൻ പറയും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല, ഒന്നില്ലെങ്കിലും നമ്മൾ പോലീസുകാരല്ലേ എന്നൊക്കെ. അങ്ങനെ അവർ തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഈ സമയത്ത് നമ്മുടെ ലോയർ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ എങ്ങോട്ടാന്ന് ചോദിക്കുന്ന സമയത്ത് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടെന്നും തോന്നുന്നില്ല, ഈ സംഘടന എന്തായാലും അവസാനിച്ചു, ഇനി ഇവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോവാമെന്ന് പറഞ്ഞ് ആ ലോയർ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഹെയ്ജിനും പിൽഡോയും കൂടി തിരിച്ചു പോകുന്ന സമയത്ത് അവരൊരു ട്രാഫിക് സിഗ്നലിൽ നിൽക്കുകയായിരിക്കും. ഈ സമയത്ത് ഇവരുടെ കൊളീഗ്സ് അവിടെ സെർച്ചിങ് ഒക്കെ നടത്തുന്നത് കാണാം. ഈ സമയത്ത് പിൽഡോ ഹെയ്ജിനോട് പറയുകയാണ് നീ തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിനക്ക് ഒരുപാട് കുറ്റങ്ങളൊക്കെ ഏൽക്കേണ്ടി വരും എന്നൊക്കെ. ഇത് കേൾക്കുമ്പോൾ അവളെ എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ എല്ലാം പ്രിപ്പയർഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിൽഡോ പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നിന്റെ കൂടെ എന്തായാലും ഞാൻ ഉണ്ടാവും എന്ന് പറഞ്ഞ് അവളെ വീണ്ടും സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ ഡോറിന്റെ സൈഡിലായിട്ട് ഒരു ബൈക്ക് വന്ന് നിൽക്കുകയാണ്. ആ ബൈക്കിലുള്ള ഒരാൾ ഗൺ എടുത്തിട്ട് ഹെയ്ജിന് നേരെ പോയിന്റ് ചെയ്യാണ്. ഹെയ്ജിന്റെ നേരെയാണ് പോയിന്റ് ചെയ്തതെങ്കിലും വെടിവെക്കുന്നത് കറക്റ്റ് പിൽഡോയുടെ ഹെഡിലായിട്ടായിരിക്കും. അപ്പൊ തന്നെ പിൽഡോ അവിടെ മരിച്ചു വീഴുകയാണ്. ഇത് കാണുമ്പോൾ ഹെയ്ജിന് ഭയങ്കര ഷോക്ക്ഡ് ആവും. അവളൊന്നും ചെയ്യാതെ കുറച്ചു നേരം അവിടെ നിൽക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിരിക്കും. അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരും അതുപോലെ തന്നെ അവന്റെ കൊളീഗ്സ് ഒക്കെ അവിടേക്ക് ഓടിയെത്തുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൾ പിൽഡോയുടെ കയ്യിലുണ്ടായിരുന്ന ഗൺ എടുത്തിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. ഇത് അവൾക്കൊരു വലിയ ഷോക്ക് തന്നെയായിരിക്കും. അവളുടെ എല്ലാ കൺട്രോളും പോവുകയാണ്. അവൾ വേഗം തന്നെ ആ ഗൺ ഒന്ന് ചെക്ക് ചെയ്തിട്ട് അവൾ ഉടനെ തന്നെ ആ ഡോണിന്റെ അടുത്തേക്ക് പോവാണ്. കാരണം ഇനി അവൾക്ക് ഒന്നിനു വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ അവൾ ഡോണുള്ള ആ ഹോട്ടലിൽ എത്താണ്. എന്നിട്ട് അവരോട് വാതിൽ തുറക്കാൻ പറയുന്നുണ്ട് ആ ഗണ്ണൊക്കെ ചൂണ്ടി കാണിച്ചിട്ട്. അതിനുശേഷം അവൾ ഉള്ളിലേക്ക് എത്താണ്. അപ്പോൾ അവിടെ അത്യാവശ്യം ഡോണിന്റെ ഗുണ്ടകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അവിടെ വെച്ച് നല്ലൊരു ഫൈറ്റ് സീൻ ഉണ്ടാകുന്നുണ്ട്. ഏകദേശം ഒരു 20 മിനിറ്റ്സ് ഡ്യൂറേഷൻ ഉള്ള ഒരു ഫൈറ്റ് സീൻ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അവൾ മാക്സിമം എല്ലാവരെയും നന്നായിട്ട് ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. 1-2 ബുള്ളറ്റ് ഒക്കെ അവൾക്ക് ഉപയോഗിക്കും
അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം അവൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഡോൺ ഉള്ള ഫ്ലോറിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് ഡോൺ ഇതെല്ലാം കാണുന്നുണ്ട് ക്യാമറയിലൂടെ. ലിഫ്റ്റിന്റെ ഉള്ളിലും ഒരു ക്യാമറ ഉണ്ട്. അപ്പോൾ ഇത് ഇവൾക്ക് മനസ്സിലാവും. ഇവൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾ അതിന്റെ മുകളിൽ കയറി നിന്നിട്ട് ആ ക്യാമറയൊക്കെ നന്നായി അടിച്ചു പൊട്ടിക്കുക ആ ഒരു ദേഷ്യത്തിൽ. ഇതൊക്കെ ഡോൺ ഇരുന്ന് കാണുന്നുണ്ട്. അതിനുശേഷം അവൾ അവളുടെ ഗണ്ണ് തുറന്നിട്ട് അതിലെല്ലാ ബുള്ളറ്റും കളയുകയാണ്. എന്നിട്ട് ഒരൊറ്റ ബുള്ളറ്റ് മാത്രമാണ് അതിൽ അവൾ വെക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് അവൾ ഡോൺ ഉള്ള ഫ്ലോറിൽ എത്തുകയാണ്. ആ സമയത്ത് ലിഫ്റ്റ് തുറക്കുമ്പോഴേക്കും അവളെ വെയിറ്റ് ചെയ്തിട്ട് ഒരുപാട് ഗുണ്ടകൾ നിൽക്കുന്നുണ്ടായിരിക്കും. അവൾ വീണ്ടും അവരൊക്കെ ആയിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അവൾ ലാസ്റ്റ് ഡോണിന്റെ ആ ഡോറിന്റെ അവിടെ എത്തുകയാണ്. ആ സമയത്ത് അവിടെ ഒരാൾ കൂടി അവശേഷിക്കുന്നുണ്ടായിരിക്കും. അയാൾ അത്യാവശ്യം മാർഷൽ ആർട്സ് ഒക്കെ അറിയുന്ന ഒരാൾ തന്നെയായിരിക്കും. അയാളുടെ മുന്നിൽ ഇവൾക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാനൊന്നും പറ്റത്തില്ല. ഇവൾ മാക്സിമം ഫൈറ്റ് ചെയ്യും. പക്ഷേ പോകുമെന്ന് കാണുന്ന സമയത്ത് ഇവളെ കയ്യിലുള്ള ആ ഒരു ബുള്ളറ്റ് ഇവൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ അവസാനത്തെ ആളെയും ഷൂട്ട് ചെയ്തിട്ട് അവൾ ഡോണിന്റെ അടുത്ത് എത്തുകയാണ്. അപ്പോൾ ഡോൺ ഇവളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇവളെ കാണുമ്പോൾ അയാൾ പറയും നീ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു എന്ന്. ആ സമയത്ത് ഇവൾ തിരിച്ചു പറയും അത് കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള എനർജിയൊക്കെ എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന്. ഇതും പറഞ്ഞ് രണ്ടുപേരും ഗണ്ണ് പരസ്പരം പോയിന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹേജിന്റെ ഗണ്ണിലാണെങ്കിൽ ബുള്ളറ്റ് ഇല്ല. അതിനുശേഷം ഗണ്ണ് അവിടെ വെച്ചിട്ട് ഡോൺ ഇവളോടായിട്ട് സംസാരിക്കുകയാണ്. അതായത് നിന്റെ അച്ഛൻ ഒരു പാവമായിരുന്നു, നിന്റെ അച്ഛൻ എന്നെ കൊല്ലാനുള്ള ഒരുപാട് ചാൻസസ് ഒക്കെ കിട്ടിയതാണ്, പക്ഷെ നിന്റെ അച്ഛൻ ഒരു ഭീരുവായിരുന്നു, അതുകൊണ്ട് തന്നെ അതിനൊന്നും കഴിഞ്ഞില്ല. പക്ഷെ നീ അങ്ങനെയല്ല, ഞാൻ വിചാരിച്ച പോലെയല്ല, നിനക്ക് നല്ല ധൈര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ഒരുപാട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഇവൾ പറയുന്നുണ്ട് നിങ്ങൾ എൻ്റെ അച്ഛനെ കൊന്നു, അത് മാത്രമല്ല ഇപ്പൊ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എൻ്റെ വേദനകളൊക്കെ നന്നായി മനസ്സിലാവുന്ന എനിക്കൊരു തണലാകുന്ന ഒരാളെ കൂടി നിങ്ങളിപ്പോൾ എന്നെ കൊന്നു, നിങ്ങൾ എൻ്റെ ജീവിതത്തിലെ എല്ലാം നഷ്ടങ്ങളാണ് വരുത്തുന്നതൊക്കെ പറഞ്ഞിട്ട് ഇവള് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇവർ രണ്ടുപേരും നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൾ ഒരുപാട് പ്രാവശ്യം നിലത്തൊക്കെ വീഴുന്നുണ്ട്. എന്നാൽ ഇവൾ എണീറ്റ് നിന്നിട്ട് വീണ്ടും നന്നായി തന്നെ ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫൈറ്റിന്റെ ഇടയിൽ ആദ്യം ഡോണ് ഇവളുടെ വയറ്റിൽ നന്നായി കുത്തുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഇവള് ഇയാളുടെ വയറ്റിൽ കുത്തുന്നുണ്ട്. അങ്ങനെ ഇവർ പരസ്പരം നന്നായിട്ട് മുറിവൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ ഫൈറ്റ് ഒന്നും നിർത്തുന്നില്ല, നന്നായി തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവൾ നിലത്ത് വീഴും. ഇവളെ കുത്താൻ വേണ്ടിയിട്ട് ഇയാൾ ആഞ്ഞു വരുന്ന സമയത്ത് ഇവൾ ആ കൈ ഒന്ന് തിരിക്കുമ്പോൾ ഇത് ഇയാൾക്ക് തന്നെ കുത്തേൽക്കുകയാണ് നന്നായിട്ട്. അതിനുശേഷം ഇവൾ കത്തിയെടുത്തും വരും. ഇയാൾ അവിടെ കിടക്കുന്ന ആ ഗണ്ണെടുത്ത് പിടിക്കുകയാണ്. അത് ആക്ച്വലി ഇവളുടെ ഗണ്ണായിരിക്കും, അതിൽ ബുള്ളറ്റ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ ഇയാൾ ജയിച്ചു എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഇവൾക്ക് നേരെ ചൂണ്ടിയിട്ട് അത് വെടിവെക്കാൻ നോക്കുന്ന സമയത്ത് ഇവള് ഓടി വന്നിട്ട് ഇയാളെ കുത്തുകയാണ്. ഇയാൾ ഇതിങ്ങനെ ഗണ്ണ് അടിച്ചു നോക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അതിൽ ബുള്ളറ്റ് ഇല്ല. അപ്പോൾ ഇവൾ നന്നായിട്ട് 2-3 പ്രാവശ്യം ഇയാളെ കുത്തുകയാണ്. അങ്ങനെ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവൾ തിരിച്ചു പോകുന്ന സമയത്ത് പോലീസിന്റെ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട്, സൈറണൊക്കെ അവൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഭയങ്കരമായിട്ട് അവശയായിട്ടുണ്ടായിരിക്കും. അവൾ അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സീനാണ് കാണിക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് അവളെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് വരികയാണ്. എന്നിട്ട് ആ ലോക്കറിൽ അവളുടെ അച്ഛൻ്റെ ചിതാഭസ്മം, ലൈറ്റ് അതൊക്കെ വെച്ച് അവൾ ലോക്ക് ചെയ്യാണ്. അതുപോലെ അവൾ അവിടെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ കല്ലറയിൽ അവളും അവളുടെ അച്ഛനും ചേർന്നിട്ട് പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് എഡിറ്റ് ചെയ്തതായിരിക്കണം, അതും അവിടെ വെക്കുന്നുണ്ട്. അതിനുശേഷം പിൽഡോയുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് പോലെ കാണിച്ചിട്ട് അവൾ അടുത്തത് പോകുന്നത് പിൽഡോയുടെ കല്ലറയുടെ അവിടേക്കാണ്. അവിടെയാണെങ്കിൽ പിൽഡോയും പിൽഡോയുടെ സിസ്റ്ററും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണാം. അവൾ അവിടെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കുന്നുണ്ട്. ആ സമയത്ത് നന്നായി മഴയൊക്കെ പെയ്യുന്നുണ്ട്. ആ മഴ എത്താ കൊടയായിട്ട് അവൾ തിരിച്ചു പോവുകയാണ്. ആ പോകുന്നിടത്ത് വെച്ച് നമ്മുടെ ഈ എപ്പിസോഡും ഈ സീരീസും അവസാനിക്കുകയാണ്.